പുളിരസം തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് സമയം കുതിരാനായിട്ട് വെക്കാം. പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. ഇതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് കടുക് പൊട്ടിക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. എണ്ണ നന്നായി ചൂടായി വരുമ്പം കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് ഒന്ന് ചൂടാക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ചെറിയുള്ളിയാണ്. ഞാനിവിടെ ഒരു 10-15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ പുളിവെള്ളം കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് സ്വല്പ കായപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി മതി, ഒരുപാട് വേണ്ട. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതൊന്നുകൂടെ 3 മിനിറ്റോ 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം, അത്രേ വേണ്ടൂ. ഇത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാൻ നമുക്ക് നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. നമ്മളെപ്പോഴും തക്കാളി രസമൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്, മുളക് പൊടിയോ പിന്നെ കുരുമുളകും ഒക്കെ ഇട്ടിട്ടല്ലേ ഉപയോഗിക്കുന്നത്. ഇത് പൊടികളൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. പുളിവെള്ളം എടുക്കുക, കുറച്ച് കൊച്ചുള്ളി എടുക്കുക, 2 വറ്റൽമുളക് താളിക്കാൻ, 2 വറ്റൽമുളക്, കുറച്ച് കടുക്, 2-3 പച്ചമുളക്, ഇത്രയേ ഉള്ളൂ. ഈ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ലൊരു കറിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന രസം. വെറുതെ കുടിക്കാനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം. അതുവരെ ബൈ.